തുടർച്ചയായ 2 ദിവസത്തെ കറക്ഷന് ശേഷം ഇന്ന് ഇന്ത്യൻ മാർക്കറ്റ് പോസിറ്റീവ് ക്ലോസിംഗ് നൽകുകയും നിഫ്റ്റി 0.39% ഉയർന്ന് 23,707 ക്ലോസിംഗ് നൽകുകയും ചെയ്തു. ഇന്ന് മിഡ് ക്യാപ്പ് ഇൻഡെക്സിലും സ്മാൾ ക്യാപ്പ് ഇൻഡെക്സിലും ബൈയിങ് മൊമെന്റം പ്രകടമായിരുന്നു. മിഡ് ക്യാപ്പ് ഇൻഡെക്സ് 0.7% ഉയർന്നപ്പോൾ സ്മാൾ ക്യാപ്പ് ഇൻഡെക്സ് 1.74% ഉയർന്നു. അമേരിക്കയുടെ ബോണ്ട് യീൽഡ് ഉയരുകയും HMPV വൈറസിന്റെ വ്യാപനവുമായി ബന്ധപ്പെട്ട ആശങ്കകൾ നിലനിൽക്കുമ്പോഴും മാർക്കറ്റ് ഇന്ന് പോസിറ്റീവ് ക്ലോസിംഗ് നൽകി. COVID-19 വൈറസുമായി താരതമ്യപ്പെടുത്തുമ്പോൾ HMPV വൈറസ് അതിതീവ്ര വിഭാഗത്തിൽ വരുന്നില്ല എന്ന് ആരോഗ്യ മന്ത്രാലയം സ്ഥിരീകരിച്ചതിൻ്റെ പശ്ചാത്തലത്തിലും ഇപ്പോൾ ഇന്ത്യയിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഇൻഫെക്ഷൻ, അതായത് ചെന്നൈയിലും ഗുജറാത്തിലും റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഇൻഫെക്ഷനെ സീസണൽ ഇൻഫെക്ഷൻ്റെ ഭാഗമായി ഗവൺമെൻറ് ചിത്രീകരിച്ചതിൻ്റെയും പശ്ചാത്തലത്തിലാണ് മാർക്കറ്റിൽ ഇന്നൊരു റിലീഫ് റാലി കാണാൻ സാധിച്ചത്. വരും ദിവസങ്ങളിലും മാർക്കറ്റ് വോളറ്റൈലായി തുടരാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. പ്രത്യേകിച്ചും അമേരിക്കൻ പ്രസിഡന്റായി ട്രംപ് സ്ഥാനമേൽക്കുന്നതും ഇന്ത്യയുടെ ബഡ്ജറ്റ് സെഷനുമായി ബന്ധപ്പെട്ട ആൻറ്റിസെഷനും ജനുവരി 20 പുറത്തുവരുന്ന ക്വാർട്ടർലി റിസൾട്ടിൻ്റെയും പശ്ചാത്തലത്തിൽ വരും ദിവസങ്ങളിലും ഇന്ത്യൻ മാർക്കറ്റ് വോളറ്റൈലായി തന്നെ തുടരുകയും ചെയ്യും. അതോടൊപ്പം തന്നെ ഗ്ലോബൽ മാർക്കറ്റ് നോക്കുകയാണെങ്കിലും ഗ്ലോബൽ മാർക്കറ്റിലും വോളറ്റൈലിറ്റി വളരെയധികം ഉയർന്നിട്ടുണ്ട്. ട്രംപ് പ്രസിഡന്റായി സ്ഥാനമേൽക്കുന്നതോടുകൂടി ചൈനയിൽ നിന്നുള്ള ഇമ്പോർട്ടിന് മുകളിൽ താരിഫ് ഉയർത്തിയേക്കുമെന്നുള്ള ആശങ്ക വന്നതിനെ തുടർന്ന് ഏഷ്യൻ മാർക്കറ്റുകൾ അണ്ടർ പെർഫോം ചെയ്യുകയാണ്. കൂടാതെ ജപ്പാന്റെ സെൻട്രൽ ബാങ്ക് ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക് നടപ്പിലാക്കും എന്ന രീതിയിലുള്ള ചില അപ്ഡേറ്റുകളും വരുന്നുണ്ട്. ഇതൊക്കെ ഏഷ്യൻ മാർക്കറ്റിനെയും ഇന്ത്യൻ മാർക്കറ്റിനെയും സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങളാണ്. ഇനി ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സെല്ലിംഗ് പ്രഷർ നേരിട്ടതും വരും സമയങ്ങളിൽ സെല്ലിംഗ് പ്രഷർ തുടരാൻ സാധ്യതയുള്ളതുമായ 2 സ്റ്റോക്കുകളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തേത് സൊമാറ്റോ ലിമിറ്റഡ്. സൊമാറ്റോ ഇന്ന് 5% ഇടിഞ്ഞ് 251 ക്ലോസിംഗ് നൽകി. 52 വീക്കിലോ 121, 52 വീക്കായി 304. സൊമാറ്റോ എന്ന സ്റ്റോക്ക് ഇടിയാനുള്ള പ്രധാന കാരണം ജെഫ്രീസ് സൊമാറ്റോയെ ഡൗൺഗ്രേഡ് ചെയ്തു. അതായത് ബൈ എന്ന റേറ്റിംഗിൽ നിന്നും ഹോൾഡ് എന്ന റേറ്റിംഗ് നൽകുകയും ടാർഗറ്റ് 335 നിന്നും 275 കുറയ്ക്കുകയും ചെയ്തു. ഈ ന്യൂസിൻ്റെ ഇമ്പാക്റ്റ് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്കിൽ കാണാൻ സാധിച്ചു. ഇവിടെ ജെഫ്രീസ് സൊമാറ്റോയുടെ ടാർഗറ്റ് കുറച്ചതിന് പിന്നിലെ ഏറ്റവും പ്രധാന കാരണം ക്വിക്ക് കൊമേഴ്സ് സെഗ്മെൻറ്റിൽ ഉണ്ടായിരിക്കുന്ന വർദ്ധിച്ച കോമ്പറ്റീഷനാണ്. മുമ്പ് സ്വിഗ്ഗിയും ഇൻസ്റ്റാമാർട്ടുമായിരുന്നു ഈ സെഗ്മെൻറ്റിലെ ലീഡിംഗ് പ്ലെയർ. പക്ഷേ ആമസോൺ, സെപ്റ്റോ അതുപോലെ തന്നെ സ്വിഗ്ഗിയുടെ ഇൻസ്റ്റാമാർട്ട് എന്നിവ മാർക്കറ്റിലെത്തിയതോടുകൂടി സൊമാറ്റോയുടെ ബ്ലിങ്കിറ്റ് കടുത്ത കോമ്പറ്റീഷൻ നേരിടുകയാണ്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ബ്ലിങ്കിറ്റിൻ്റെ പ്രോഫിറ്റിലും ഇടിവ് വരാൻ സാധ്യതയുണ്ടെന്ന് ജെഫ്രീസിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നു. 2026-27 ഫിനാൻഷ്യൽ ഇയറിൽ 12 മുതൽ 15% വളർച്ചയായിരിക്കും ബ്ലിങ്കിറ്റ് കൈവരിക്കുക. ഇവിടെ ക്വിക്ക് കൊമേഴ്സ് സെഗ്മെൻറ്റിൽ ഉണ്ടായിരിക്കുന്ന വളരെ ഉയർന്ന കോമ്പറ്റീഷൻ ബ്ലിങ്കിറ്റിൻ്റെ പ്രോഫിറ്റബിലിറ്റിയെ പ്രതികൂലമായി ബാധിച്ചേക്കും. ഇത് കമ്പനിയുടെ മീഡിയം ടൈം പ്രോഫിറ്റബിലിറ്റിയെ പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് ജെഫ്രീസ് ഡൗൺഗ്രേഡ് റേറ്റിംഗ് നൽകിയിരിക്കുന്നത്. സൊമാറ്റോയെ സംബന്ധിച്ചിടത്തോളം സ്റ്റോക്ക് 251 ട്രേഡ് ചെയ്യുന്നു. 240 വളരെ പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ടാണ്. വീക്കിലി ക്യാൻഡിൽ പാറ്റേൺ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇവിടെ ബിയറിഷ് ക്യാൻഡിൽ ഫോർമേഷനെ കുറിച്ചുള്ള അല്ലെങ്കിൽ ബിയറിഷ് പാറ്റേണിൻ്റെ സൂചന നൽകുന്ന ഡബിൾ ടോപ്പ് എന്ന ഒരു ക്യാൻഡിൽ പാറ്റേൺ ആണ് ഫോം ചെയ്തിരിക്കുന്നത്. 240 നെക്ക് ലൈൻ സപ്പോർട്ടാണ്. 240ൻ്റെ സപ്പോർട്ടിനടുത്ത് സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്തില്ല എങ്കിൽ സ്റ്റോക്ക് 200 ഇടിയാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തേത് ബ്ലൂ സ്റ്റാർ ലിമിറ്റഡ്. ബ്ലൂ സ്റ്റാർ കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 3% ഇടിഞ്ഞ് 2155 ക്ലോസിംഗ് നൽകി. 52 വീക്കായി 2417, 52 വീക്കിലോ 944. ബ്ലൂ സ്റ്റാർ എന്ന സ്റ്റോക്ക് 2024 140% റിട്ടേൺ നൽകിയിരുന്നു. അതിനുശേഷം അപ്സൈഡ് പൊട്ടൻഷ്യൽ ലിമിറ്റഡ് ആയതിനെ തുടർന്ന് ജെഫ്രീസ് സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിംഗിൽ നിന്നും ഹോൾഡ് എന്ന റേറ്റിംഗും 2340 ടാർഗറ്റും നൽകി. ബ്ലൂ സ്റ്റാറിൻ്റെ കറണ്ട് പ്രൈസിനേക്കാളും ഉയർന്ന ടാർഗറ്റാണ് ജെഫ്രീസ് നൽകിയതെങ്കിലും റേറ്റിംഗ് ബൈയിൽ നിന്നും ഹോൾഡ് എന്ന റേറ്റിംഗിലേക്ക് കുറച്ചതും കഴിഞ്ഞ വർഷം 140% റിട്ടേൺ നൽകിയതിന് ശേഷം ഇപ്പോൾ കമ്പനിയുടെ സ്റ്റോക്കിൻ്റെ അപ്സൈഡ് പൊട്ടൻഷ്യൽ കുറവാണെന്ന് ജെഫ്രീസിൻ്റെ റിപ്പോർട്ട് വന്നതിൻ്റെയും പശ്ചാത്തലത്തിലാണ് ബ്ലൂ സ്റ്റാർ എന്ന സ്റ്റോക്കിൽ സെല്ലിംഗ് പ്രഷർ വന്നത്. ബ്ലൂ സ്റ്റാറിനെ സംബന്ധിച്ചിടത്തോളം 2000 വളരെ പ്രധാനപ്പെട്ട സൈക്കോളജിക്കൽ സപ്പോർട്ടാണ്. ഈ 2000 എന്ന സപ്പോർട്ട് സ്റ്റോക്ക് മറികടക്കുകയാണെങ്കിൽ 1750 വരെ സ്റ്റോക്ക് ഇടിയാൻ സാധ്യതയുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.